ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഇതിനു പുറമെ 2 പുഴകൾ കൂടി ഇവിടെ വന്ന് ചേരുന്നുണ്ട്, നാച്ചാറും വലിയാറും. അതുകൊണ്ടാണ് ഈ പ്രദേശം ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്, പക്ഷേ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. കാഴ്ചയിൽ ശാന്തമെന്ന് തോന്നും, പക്ഷേ ഇവിടെ മരണം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിനു കാരണം ഈ സംഗമ സ്ഥലത്തെ ഒഴുക്കിൻ്റെ പ്രത്യേകതയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള ഉൽപ്പാദനത്തിനനുസരിച്ചാണ് പുഴയിലെ ജലനിരപ്പും ഒഴുക്കും കൂടുന്നത്. കുളിക്കാൻ ഇറങ്ങുമ്പോൾ ജലനിരപ്പും ഒഴുക്കും കുറവായിരിക്കും. ഇതിനിടയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ ജലനിരപ്പും ഒഴുക്കും കൂടും. പ്രദേശവാസികളുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ 7 പേരാണ് ഇവിടെ മരിച്ചത്. പലരുടെയും ജീവൻ രക്ഷിക്കാനായത് പ്രദേശവാസികളുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ്. ഈ സമീപത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ കൂടുതൽ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അവരെ നമുക്ക് ബോധവൽക്കരണം നടത്തുക, ഒരു അപകടം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന്, ടെക്നിക്കലായിട്ട് എങ്ങനെ നേരിടണമെന്നുള്ള ഒരു ക്ലാസ് കൊടുക്കുക, അവരെ ബോധവൽക്കരണം കൊടുക്കുക, അവർക്ക് പരിശീലനം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിലേറെയും പ്രദേശവാസികളാണ്. അതായത് സ്ഥിരം ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് പോലും പുഴയിലെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപകടം തുടർക്കഥയായതോടെ പ്രദേശത്തെ AKG ക്ലബ്ബ് ഇവിടെ ഒരു വടവും ലൈഫ് ബേയും സ്ഥിരമായി വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾക്കും വരുന്നുണ്ട്. ത്രിവേണി സംഗമം കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് ഇവിടെ ഇല്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പഞ്ചായത്തോ അതികളൊന്നും ഒഴിവായിട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതാണ് എൻ്റെ മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടുന്നത് സംബന്ധിച്ച യാതൊരു മുന്നറിയിപ്പും പ്രദേശവാസികൾക്ക് നൽകാൻ സംവിധാനമില്ല എന്നതാണ് പ്രധാന പ്രശ്നം. എൻ്റെ പിന്നിൽ കാണുന്ന തൂക്കുപാലമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിരവധി വിനോദസഞ്ചാരികളാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. പക്ഷേ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഒരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല. അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ. ത്രിവേണി സംഗമത്തിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.